എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഡിസ്ട്രിക്റ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചറിഞ്ഞു. ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഡിസ്ട്രിക്റ്റിലൂടെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് വിവരിക്കുന്നത്. നമുക്കറിയാം, ഈ ഡിസ്ട്രിക്റ്റിലൂടെ പല സേവനങ്ങളും ലഭ്യമാണ്. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, ഫാമിലി സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ പല സർട്ടിഫിക്കറ്റുകൾക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്നിവിടെ എങ്ങനെയാണ് ജാതി അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതെന്നാണ് വിവരിക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗൂഗിളിൽ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഈ കാണുന്ന ലിങ്കിൽ പോകുക. ഇവിടെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ ഡിസ്ട്രിക്റ്റിൽ രജിസ്റ്റർ ചെയ്തവർ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചു സൈൻ ഇൻ ചെയ്യുക. മുമ്പ് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് മുമ്പ് ചെയ്ത വീഡിയോയിൽ വിവരിച്ചിരുന്നു. ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ വിവരങ്ങൾ മുമ്പ് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മുമ്പ് വിവരങ്ങൾ നൽകിയ വ്യക്തിയുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായി എഡിറ്റ് രജിസ്ട്രേഷനിൽ പോകുക, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി പുതുതായി ഒരു വ്യക്തിയുടെ പേരിലാണ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്ലിക്കാന്റ് രജിസ്റ്ററിൽ പോകുക. ഇവിടെ പേര്, ജനനതീയതി, ജെൻഡർ എന്നിവ നൽകുക. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുക്കുക. താഴെ ചോദിക്കുന്ന ഓരോ വിവരങ്ങളും കൊടുക്കുക. സ്റ്റാർ ഇട്ട് കാണുന്ന ഓരോന്നും നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. നിലവിലെ അഡ്രസ് കൊടുക്കുക. പെർമനന്റ് അഡ്രസ് കൊടുക്കുക. നിലവിലെ അഡ്രസ്സും സ്ഥിര അഡ്രസ്സും ഒന്നാണെങ്കിൽ ഈ ബോക്സിൽ ടിക്ക് ചെയ്യുക. പാരന്റ്സ് ഡീറ്റെയിൽസ്, ജാതി കാറ്റഗറി, മതം എന്നിവ കൊടുക്കുക. മൊബൈൽ നമ്പർ, ഇമെയിൽ, മേരിറ്റൽ സ്റ്റാറ്റസ്, ഇവിടെ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. വേരിഫൈഡ് എന്നതിൽ ഓക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ പുതിയ ആപ്ലിക്കേഷന്റെ നമ്പർ ലഭിക്കുന്നതാണ്. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിനായി സർട്ടിഫിക്കറ്റ് സർവീസിൽ പോകുക. ഇവിടെ കാസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഡിസ്ട്രിക്റ്റ് രജിസ്റ്റർ നമ്പർ സെലക്ട് ചെയ്യാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുമ്പ് രജിസ്റ്റർ ചെയ്തതും നേരത്തെ രജിസ്റ്റർ ചെയ്തതുമായ ആപ്ലിക്കന്റിന്റെ പേരും നമ്പരും കാണാം. നേരത്തെ ആഡ് ചെയ്ത വ്യക്തിയെ സെലക്ട് ചെയ്തു കൊടുക്കുന്നു. ഇവിടെ എന്താവശ്യത്തിനാണോ സർട്ടിഫിക്കറ്റ് എന്നത് കൊടുക്കുക, അതായത് സ്റ്റേറ്റ് ആവശ്യത്തിനോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആണോ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ ജനറൽ എന്ന് വരുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേറ്റ് ആവശ്യത്തിനാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നാണ് അപ്രൂവ് ചെയ്തു വരുന്നത്. ഔട്ട്സൈഡ് സ്റ്റേറ്റ് ആവശ്യത്തിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നാണ് അപ്രൂവ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ താലൂക്കിൽ നിന്നും അപ്രൂവ് ആയി വരാൻ അല്പം താമസം എടുക്കുന്നതാണ്. ഈ പ്ലസ് ചിഹ്നം അമർത്തിയാൽ നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തിയുടെ മുഴുവൻ വിവരങ്ങളും കാണാവുന്നതാണ്. താഴോട്ട് വന്നാൽ റിലീജിയൻ എന്നിടത്ത് ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ ഏതാണെന്ന് കൊടുക്കുക. കാറ്റഗറിയിൽ ജനറലാണോ OBC എന്നിങ്ങനെ കാണുന്നതിൽ ഏതാണെന്ന് കൊടുക്കുക. ഇവിടെ കാസ്റ്റ് എന്താണെന്നും കൊടുക്കുക. ജാതി കൺവെർട്ട് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക. താഴെ വ്യക്തിയുടെ പേര് കാണാം. റിലേഷൻ എന്നിടത്ത് സെൽഫ് എന്നാണ് സാധാരണ കൊടുക്കേണ്ടത്. അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ്ഡ് എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇനി ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് 100 KB-യിൽ താഴെ ആയിരിക്കണം. PDF ഫോർമാറ്റ് ആയിരിക്കുകയും വേണം. ഇവിടെ ആധാർ, സ്കൂൾ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ് എന്നിവ അപ്ലോഡ് ചെയ്തു കൊടുക്കാവുന്നതാണ്. അഫിഡവിറ്റി സ്വയം തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. എന്നാലും ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് തയ്യാറാക്കിയ അഫിഡവിറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അപ്ലോഡ് ചെയ്തതിനു ശേഷം സേവ് ബട്ടൺ കൊടുക്കുക. സേവ്ഡ് സക്സസ്ഫുള്ളി എന്നു കാണാം. നെക്സ്റ്റ് കൊടുത്താൽ പേയ്മെന്റ് പേജിൽ എത്തുന്നതാണ്. മാർക്ക് പേയ്മെന്റിൽ പോയി അനുയോജ്യമായ പേയ്മെന്റ് തിരഞ്ഞെടുത്ത് പേ ചെയ്യുക. 15 രൂപയാണ് പേ ചെയ്യേണ്ടത്. പേ ചെയ്തതിനു ശേഷം വരുന്ന പേജിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ മെയിൻ പേജിൽ പോയി വീണ്ടും ലോഗിൻ ചെയ്തു വന്നാൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത വിവരങ്ങൾ കാണുന്നതാണ്. ഇവിടെ അണ്ടർ പ്രോസസ്സിലാണെന്ന് കാണാം. മുകളിലുള്ള സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്താൽ താഴെ ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തു ട്രാക്ക് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ മുകളിൽ തീയതി കൊടുത്ത് ട്രാക്ക് ചെയ്യുക. ഇവിടെ അപ്രൂവ്ഡ് എന്ന് വന്നാൽ പ്രിന്റ് എന്ന് കാണുന്നതാണ്. അവിടെ ക്ലിക്ക് കൊടുത്ത് സേവ് ചെയ്ത് വെക്കുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.